അമേരിക്ക ഇറാൻ തമ്മിലുള്ള യുദ്ധത്തിൽ ഒരു വെടിനിർത്തൽ വന്നു. അതിനുശേഷം യുദ്ധം എന്തായി? ഇപ്പോൾ യുദ്ധം നടക്കുകയാണോ? ഇറാൻ ജയിച്ചു എന്ന് പറഞ്ഞ് ഇറാനിൽ ആഘോഷം നടക്കുന്നുണ്ട്. ശരിക്കും യുദ്ധത്തിന്റെ അവസ്ഥ നിലവിൽ എന്താണ്? അമേരിക്ക ജയിച്ചോ? ഇറാൻ ജയിച്ചോ? ഇസ്രായേൽ ജയിച്ചോ? ആര് ജയിച്ചു? ആര് തോറ്റു? ഈ യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ റിസൾട്ട് എന്താണെന്ന് ചോദിച്ചാൽ അമേരിക്കയുടെ പേര് പോയി എന്നുള്ളതാണ്. അമേരിക്ക എന്ന രാജ്യത്തോട് ലോകത്തിൻ്റെ ബഹുമാനം ഉണ്ടായത് അത് സമ്പൂർണ്ണമായിട്ട് ഇല്ലാണ്ടായി. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തേഞ്ഞു എന്ന് പറയും. ഇതാണ് അവസ്ഥ. എന്തൊരു ദുര്യോഗമാണല്ലേ. ഈ എന്തും പറഞ്ഞാൽ മനുഷ്യൻ അധികാരത്തിൽ വന്നേ. MAGA മാഗ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ എന്നിട്ട് നാണക്കെട്ട് മാറി പാകിസ്ഥാനെ കൊണ്ട് മധ്യസ്ഥ പറയിപ്പിക്കേണ്ട കഷ്ടകാലം വന്നു എന്നുള്ളതാണ്. ഇതാണോ ഗ്രേറ്റ്നെസ്? ഒന്ന് ആലോചിച്ച് നോക്കി. അതായത് ഒരു യുദ്ധത്തിൽ ചെന്ന് ചാടി ഊരാക്കുടുക്കായി. ഇത് പണ്ടാരാണ്ട് പറഞ്ഞ പോലെ ഒരു മൂച്ചിന് കുളത്തിൽ ചാടി 7 മൂച്ച് വന്നിട്ടും തിരിച്ചു കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ പോലെ അവിടെ കിടപ്പായി. അവസാനം കയറാൻ വേണ്ടി പിടിവള്ളി ഇട്ട് കൊടുക്കാൻ പാകിസ്ഥാനെ വിളിക്കേണ്ടി വന്നു. ഇത്രയും വലിയ കഷ്ടകാലം എന്ന് വെച്ചാൽ ആട് സിനിമയിൽ ഷാജി പാപ്പൻ പറഞ്ഞ ഡയലോഗാണ്. ഇതിലും ഗതികേട്ടവൻ ഈ ലോകത്തിൽ ഉണ്ടാവില്ലോ കർത്താവേ എന്ന് പറയുന്നില്ലേ എന്ന് പറഞ്ഞ പോലെ ട്രംപ് ഉപയോഗിക്കാത്ത ഒരടവുമില്ല. എല്ലാം പരാജയപ്പെട്ടു. എത്രയാ 100 മണിക്കൂർ കൊണ്ടൊരു യുദ്ധം അവസാനിക്കുന്നു പ്രെഡിക്റ്റ് ചെയ്തു. എന്നിട്ടോ 1000 മണിക്കൂർ കഴിഞ്ഞിട്ട് തീർന്നില്ല. അവസാനം ഒരു ട്രിക്ക് പ്രയോഗിച്ചിട്ടാണ് ഇത്. ആ ട്രിക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറാൻ പറഞ്ഞ വ്യവസ്ഥയൊക്കെ അമേരിക്ക അംഗീകരിക്കുന്നു എന്ന് പാകിസ്ഥാനെ കൊണ്ട് പറയിപ്പിച്ചു. അല്ലെങ്കിൽ പാകിസ്ഥാൻ ഒരു കളി കളിച്ചു. അതായത് 15 നിർദ്ദേശങ്ങൾ അമേരിക്ക മുന്നോച്ചു, 10 നിർദ്ദേശങ്ങൾ ഇറാനും മുന്നോച്ചു. അപ്പോൾ ഇറാൻ അംഗീകരിക്കില്ലാത്ത നിർദ്ദേശമൊക്കെ വെട്ടിയിട്ട് പാകിസ്ഥാൻ അമേരിക്കൻ നിർദ്ദേശം ഇറാന് കൊടുത്തു. അമേരിക്ക അനുസരിക്കില്ലാത്ത നിർദ്ദേശമൊക്കെ ഇറാൻ്റെ ഭാഗത്തുനിന്ന് വെട്ടിമാറ്റിയിട്ട് പാകിസ്ഥാൻ അമേരിക്കയും കൊടുത്തു. അപ്പം വായിച്ചു നോക്കിയപ്പോൾ ട്രംപിന് സന്തോഷമായി. ഞാൻ പറഞ്ഞൊക്കെ ദേ റെഡി. ഇറാൻ അത് തന്നെ വിചാരിച്ചു. വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു, 2 ആഹ്ലാദ പ്രകടനം, എല്ലാം റെഡി. പക്ഷേ ഇപ്പോൾ പറയണു ഇതാ, അതായത് ലെബനൻ ഇതിനകത്തില്ല. ഇറാൻ പറഞ്ഞിട്ടുണ്ട് ലെബനൻ അവിടെ ആക്രമണം നടത്തരുതെന്ന്. കാരണം ഇസ്രായേലിനെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഹിസ്ബുള്ള. അവരെ ആക്രമിക്കാൻ പാടില്ല. അത് ഇറാനെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഹിസ്ബുള്ള. അവിടെ ഇസ്രായേൽ അവരെ ആക്രമിക്കുകയാണ്. അപ്പോൾ ആ ആക്രമണം പാടില്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇറാൻ ഈ വിഷയത്തിൽ തന്നെ. പക്ഷേ ഇടയ്ക്ക് വന്ന പാകിസ്ഥാൻ ഭംഗിയായിട്ട് കളിച്ചു. അപ്പം പാകിസ്ഥാനെ കൊണ്ട് ഇത്രയൊക്കെയല്ലേ പറ്റുള്ളൂ. അവർ നോക്കുമ്പം ട്രംപിൻ്റെ ഗുഡ് ബുക്കിൽ കയറണം, ഇത്രയും മാത്രമേ അവർക്ക് താല്പര്യമുള്ളൂ. എന്തായാലും പട്ടേൽ പറഞ്ഞാൽ പിന്നെ തൊമ്മിക്ക് അനുസരിച്ചേ പറ്റുള്ളൂ. പിന്നെ അല്ലെങ്കിൽ പിന്നെ തൊമ്മിയുടെ ഭാര്യയായിരിക്കും അതിൻ്റെ ബാക്കി കഷ്ടത അനുഭവിക്കുന്നത്. അതുകൊണ്ട് പാകിസ്ഥാൻ എന്ന തൊമ്മി പട്ടേലർ എന്ന അമേരിക്കൻ പട്ടേലർക്ക് വേണ്ടി ട്രംപേലർക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്തു. അതുകൊണ്ട് എത്ര ദിവസം വെടിനിർത്തൽ ഇങ്ങനെ പോകുമെന്ന് നമുക്കറിയാൻ വരാം. കാരണം ലെബനിൽ യുദ്ധം തുടരുകയാണ്. പിന്നെ അമേരിക്ക ഇങ്ങനെ യുദ്ധം നിർത്തിയതിന് പുറകിൽ വേറെ അടവ് നയം ഉണ്ടാവും. കാരണം അവർക്ക് ലെബനിലേക്ക് കരയുദ്ധം എന്ന് പറഞ്ഞ് കുറേ പേര് ഇറക്കിയിട്ടുണ്ടല്ലോ. ഇസ്രായേൽ പട്ടാളത്തിനൊപ്പം US പട്ടാളത്തെ അങ്ങോട്ട് വിടാനായിരിക്കും. അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാവും. അതുകൊണ്ട് ഇറാൻ ലെബനിൽ യുദ്ധം പാടില്ല എന്ന് പറഞ്ഞാൽ അമേരിക്ക അംഗീകരിക്കാൻ സാധ്യതയില്ല. കാരണം ഇസ്രായേലിനെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമേ ഒരുപക്ഷെ അമേരിക്ക നോക്കുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായിട്ട് ഇസ്രായേലിലേക്ക് വീഴുന്ന ഇറാനിയൻ മിസൈൽസ്, ആ മിസൈൽ വർഷം ഒന്ന് നിൽക്കണം, അവസാനിക്കണം. ഓക്കെ, അത് പിന്നെ ഒരു ബ്രീത്തിങ് പീരീഡ് കിട്ടും. കാരണം അമേരിക്കയ്ക്ക് ഇപ്പം നിലവിൽ ആയുധങ്ങളുടെ കുറവുണ്ട്. ഈ ആയുധങ്ങൾ അവർക്ക് ഇനി കൊണ്ടുവരണം. അതിനുവേണ്ടി ആയുധ കമ്പനികൾക്ക് ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. 40 ദിവസം വെടിനിർത്തൽ നിർത്തിയാൽ അത്രയും വെടിക്കോപ്പുകൾ ശേഖരിക്കാൻ പറ്റിയേക്കും. ഇതൊരു കാര്യമാണ്. പിന്നെ ഉക്രൈനാണെങ്കിൽ ചിലതരം ഡ്രോണുകളെ പ്രതിരോധിക്കാനുള്ള സാങ്കേതികത കൊടുക്കാമെന്ന് പറയണം. അങ്ങനെയെങ്കിൽ അത്തരം ആയുധങ്ങൾ ഉണ്ടാക്കണം. എല്ലാത്തിനും ഒരു ബ്രീത്തിങ് പീരീഡ് കിട്ടും. ഇതായിരിക്കും അമേരിക്ക യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്ന. കാരണം ഈ ട്രംപിനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അമേരിക്ക വിശ്വസിക്കാൻ കൊള്ളത്തില്ല, CAA വിശ്വസിക്കാൻ കൊള്ളില്ല. മൊത്തത്തിൽ വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ഒരു ലെയറാണ് ഈ അമേരിക്ക, ഇസ്രായേൽ എന്ന് പറയുന്ന ആൾക്കാരും ഇവരുടെ സംവിധാനങ്ങളും. സംസ്കാരമുള്ള രാജ്യങ്ങളെ ഇവരെ വിശ്വസിച്ച് അവസാനം പെടും. അതാണ് സംഭവിക്കുന്നത്. അപ്പം ഇവർ ഒരു ബ്രീത്തിങ് പീരീഡാണ് നോക്കുന്നതെന്ന് തോന്നുന്നു. ധാരാളം ആയുധങ്ങൾ സംഭരിക്കുക. ഈ സമയത്ത് ഗൾഫിൽ വന്നിരിക്കുന്ന അമേരിക്കൻ പട്ടാളം ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരായിട്ട് നീക്കം നടത്തുക. അങ്ങനെ ഹിസ്ബുള്ളയുടെ ഭീഷണി അവിടെ ഒഴിവായാൽ ഇസ്രായേലിന് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ പകുതിയിലധികം കുറയ്ക്കാൻ പറ്റും. ഇതായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്. ഇറാനത് മനസ്സിലാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അധികം നാൾ ഈ ഇപ്പോഴത്തെ വെടിനിർത്തൽ നീണ്ടുപോകുന്നു തോന്നുന്നില്ല. എന്തായാലും പ്രശ്നമാണ്. പിന്നെ ഹോർമൂസിൽ ടോൾ വിരിക്കും എന്ന് ഇറാൻ പറഞ്ഞതിനെ ട്രംപ് അംഗീകരിച്ചെങ്കിൽ ഈ ലോകത്തിന് ഇതിനേക്കാളും വലിയൊരു കഷ്ടത വരാനില്ല. അതൊരു പൊതുവഴിയാണ്. അത് സമുദ്രഗതാഗതം പൊതുവായിട്ട് എത്രയോ രാജ്യങ്ങളുടെ നടന്നിരുന്നത്.
എത്ര നൂറ്റാണ്ടുകളായി, 10,000-2000 കൊല്ലമായിട്ട് അതിലെ കപ്പലുകൾ വരുന്നുണ്ട്, അറേബ്യൻ മേഖലയിൽ നിന്ന് ഇന്ത്യയിലേക്കൊക്കെ ആയിട്ട്. ഇന്ന് വരെ ആരും ടോൾ പിരിച്ചിട്ടില്ല. പിന്നെ വല്ലപ്പോഴും അവിടെ ചില മേഖല കടൽക്കൊള്ളക്കാരുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. അത് ബാക്കിയുള്ളവരായിട്ട് ഒതുക്കുകയും ചെയ്യും. ആ സ്ഥലത്താണ് ഒരു രാജ്യം, അതായത് UN രജിസ്റ്റർ ചെയ്യപ്പെട്ട രാജ്യം ഔദ്യോഗികമായിട്ട് അവിടെ നിന്ന് ടോൾ പിരിക്കാൻ പോകുന്നവരാണ്. പിന്നെ ഇന്ത്യക്ക് അതിൽ നിന്ന് ഇളവുണ്ട്. ഇന്ത്യ തുടങ്ങിയുള്ള രാജ്യങ്ങളെ ഇറാൻ ഒരിക്കലും അതിന് മുതിരില്ല. ഇന്ത്യക്ക്, കാരണം ഇറാൻ്റെ സുഹൃത്ത് രാജ്യമാണ്, ഞങ്ങളുടെ സ്വന്തമാണ് ഇന്ത്യ എന്ന് പറയണം. ഇന്ത്യക്ക് അതുപോലെ തന്നെയാണ്. ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത്ര ശക്തമാണ്. അമേരിക്കയും ഇസ്രായേലും മറ്റ് പല രാജ്യങ്ങളും ടോൾ കൊടുക്കേണ്ടി വരുമായിരിക്കും. കൊടുത്തോട്ടെ, അതെല്ലാവരും കൊടുത്തോട്ടെ, കുഴപ്പമില്ല. പക്ഷേ ഈ ടോൾ പിരിക്കേണ്ടി വരുന്നു എന്നുള്ളത്, ഒന്നാമത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസ് അഥവാ ഹോർമൂസ് കടലെടുക്കുക അടഞ്ഞുപോയി, തുറക്കണം എന്നാണ് ട്രംപ് പറയുന്നത്. എങ്ങനെയാണ് അടഞ്ഞത്? മര്യാദയ്ക്ക് തുറന്നു കിടന്ന സാധനമല്ലായിരുന്നു. അമേരിക്കക്കാരനാണ് അടഞ്ഞു പോയത്. അവരായിട്ടൊരു യുദ്ധം ഉണ്ടാക്കി. ആ യുദ്ധം അമ്പേ പരാജയപ്പെട്ടു പോയി. യുദ്ധത്തെ സംബന്ധിച്ച് മുഴുവൻ കാൽക്കുലേഷൻ പരാജയപ്പെട്ടു. CIA കൊടുത്ത വിവരങ്ങൾ തെറ്റിപ്പോയി, മൊസാദ് കൊടുത്ത വിവരങ്ങൾ തെറ്റിപ്പോയി. ഇസ്രായേൽ പറഞ്ഞത് അപ്പടി നുണയായിരുന്നു. ഇസ്രായേലിനാണെങ്കിൽ എങ്ങനെയെങ്കിലും അമേരിക്ക യുദ്ധത്തിൽ കൊണ്ട് ചാടിക്കണമെന്നുണ്ടായിരുന്നു. അതിന് കാരണം നെതന്യാഹു ജയിലിൽ പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അഴിമതി, സ്വജനപക്ഷപാതം, തട്ടിപ്പ്, ഇതിൻ്റെ എല്ലാം പേരിൽ പുള്ളിക്കേറെ കേസുകളുണ്ട്. ഏത് നിമിഷവും അയാൾക്ക് ജയിലിൽ പോകാം. ജയിലിൽ പോകാതിരിക്കാനും അടുത്ത ഇലക്ഷൻ പരാജയപ്പെടാതിരിക്കാനും, പരാജയപ്പെട്ടാൽ ജയിലിൽ പോകണം ഉറപ്പാവും. അധികാരത്തിൽ ഇരിക്കുന്ന സമയത്ത് കഴിയുന്നതും ഇതിനൊക്കെ രക്ഷപ്പെടാനാണ് പുള്ളി നോക്കുന്നത്. അയാളുടെ തന്നെ നാട്ടിലെ ഏജൻസികൾ പുള്ളി ഒന്നിലധികം തവണ ചോദ്യം ചെയ്തു കഴിഞ്ഞു. ഏതാണ്ട് ജയിലിൽ പോകുന്ന ഉറപ്പായി. ഇപ്പോൾ തന്നെ ഇസ്രായേലിന് എന്ന് വെടിനിർത്തൽ വരുന്നോ അതിൻ്റെ അടുത്ത ദിവസം ചിലപ്പം നെതന്യാഹു ജയിലിൽ പോകും. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ട് വലിയ മുന്നേറ്റം ഇസ്രായേലിനകത്ത് തുടങ്ങിയിട്ടുണ്ട്. നുണയനാണ്, തട്ടിപ്പുകാരനാണ്, കൊള്ളക്കാരനാണ്, കള്ളനാണ്, ഇതെല്ലാമാണ് നെതന്യാഹു. ആ വ്യക്തിക്ക് സ്വന്തം രാജ്യത്ത് നിയമ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടും അടുത്ത ഇലക്ഷൻ ജയിക്കാനും കൂടെ വേണ്ടിയിട്ട് അമേരിക്കയെ കൊണ്ടൊരു യുദ്ധത്തിൽ ചാടിച്ചേക്കുകയാണ്. അമേരിക്ക ചാടാണ്ട് പിടിച്ച് മാറി നിന്നാണ്, പക്ഷേ അവസാനം കൊണ്ട് ചാടിച്ചു. എന്നിട്ട് ഊരാൻ പറ്റുന്നില്ല. ഇപ്പം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷമാണ് ഇറാൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലാവണം. അപ്പോൾ വ്യക്തമായ ഉറപ്പുള്ള ഒരു കരാറിൻ്റെ പുറത്ത് മാത്രമേ ഇറാനെ കൊണ്ട് സമാധാനവാദം എത്തിക്കാൻ പറ്റുള്ളൂ. അത് കൊടുക്കാൻ ഇവരൊന്നും തയ്യാറല്ല. കാരണം ഇറാൻ്റെ ഒരു പ്രധാന ഡിമാൻഡ് അമേരിക്കൻ സൈനിക താവളങ്ങൾ ഗൾഫിലുണ്ട്, അവിടുന്ന് കൂടും എടുത്ത് ഒഴിഞ്ഞു പോക്കോണം എന്നുള്ളതാണ്. അതവർക്ക് പറ്റത്തില്ല. കാരണം ഇസ്രായേലും ഇറാനും തമ്മിൽ പിന്നെ എന്തെങ്കിലും അടിയുണ്ടായി ഇസ്രായേൽ ബാക്കി ഉണ്ടാവില്ല. അതാണ് ഇപ്പം നിലവിൽ സ്ഥിതി. അത് തന്നെയാണ്. ഇറാൻ യുദ്ധം നിർത്താൻ തയ്യാറല്ലായിരുന്നു, പിന്നെ അവരെ തെറ്റിദ്ധരിപ്പിച്ച് യുദ്ധം നിർത്തിച്ചു. പക്ഷേ എങ്ങാനും തുടങ്ങിയാൽ അടുത്ത അടി വീണ്ടും വരുന്നത് ഇസ്രായേലിൻ്റെ നേരെയാണ്. കാരണം ഇസ്രായേൽ ഓൾറെഡി ലെബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം നടത്തുകയാണ്. അവർ ഇനി അടി മേടിച്ചെന്ന് വരും. അവരുടെ ആണവ നിലയങ്ങൾ 2 തകർക്കപ്പെട്ടു, സ്റ്റീൽ ഫാക്ടറികൾ തകർക്കപ്പെട്ടു, വ്യവസായ കേന്ദ്രങ്ങൾ തകർക്കപ്പെടുന്നു, ഡേറ്റാ സെൻറ്ററുകൾ തകർക്കപ്പെടുന്നു, മൊസാദിൻ്റെ ആസ്ഥാനം തകർക്കപ്പെട്ടു, കമാൻഡ് സെൻറ്റർ തകർക്കപ്പെട്ടു, എയർപോർട്ട് തകർക്കപ്പെട്ടു, F-35 വിമാനങ്ങളുടെ വലിയൊരു ഏരിയ തന്നെ തകർക്കപ്പെട്ടു. ചുരുക്കത്തിൽ ഇസ്രായേലിൻ്റെ സൈനികമായിട്ടുള്ളതും രഹസ്യാന്വേഷണ സംഘടനകളുടെയും പ്രധാനപ്പെട്ട അസറ്റുകൾ തകരുകയാണ്. റിഫൈനറികൾ വരെ തകർക്കപ്പെട്ടിട്ടുണ്ട്. അവിടെ ഉള്ള പണക്കാർ മുഴുവൻ സ്ഥലം വിട്ടു കഴിഞ്ഞു. പണക്കാരായിട്ടുള്ള ജൂതന്മാരാരും ഇസ്രായേലിലില്ല. അതുപോലെ ഇരട്ട പൗരത്വമുള്ള ആൾക്കാരുണ്ട്. അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ പൗരത്വവും കൂട്ടത്തിൽ ഇസ്രായേലി പൗരത്വമുള്ള ആൾക്കാർ, അവരും കഴിയുന്ന സ്ഥലം വിടുകയായിരുന്നു. വലിയ തോതിൽ കുടിയൊഴിഞ്ഞു പോയി. വിമാനത്തിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് ജോർദാനിലേക്ക് വണ്ടി കയറിയിട്ട് അവിടെ നിന്നാണ് സ്ഥലം വിടുന്നത്. അവിടെയുള്ള അമേരിക്കൻ പൗരന്മാരോട് അങ്ങനെ തന്നെ പോരാനാണ് അമേരിക്ക പറഞ്ഞത്. ചുരുക്കി പറഞ്ഞാൽ മൊത്തം ഗൾഫ് മേഖലയിലെ പണക്കാർ, ഇസ്രായേലി മാത്രമല്ല, മൊത്തം ഗൾഫ് മേഖലയിൽ നിന്ന് പണക്കാർ അവിടെ വിട്ടു. കാരണം ഇറാൻ്റെ ആക്രമണം കരയുദ്ധം ഉണ്ടാവുകയും ഗൾഫ് പരാജയപ്പെടുകയും അമേരിക്ക തടുക്കാണ്ടിരിക്കുകയും പറ്റുകയും ചെയ്താൽ അവസാനം വെടിയേറ്റ് കൊല്ലപ്പെടും. അതുകൊണ്ട് ആരും നിൽക്കാൻ തയ്യാറായിട്ടില്ല. ആ പണക്കാരിൽ ഒത്തിരി ഇന്ത്യക്കാരുണ്ട്. കാരണം അറിയാലോ, ദുബായിൽ വീടൊക്കെ മേടിച്ച് 90 വർഷം പൗരത്വം ഗോൾഡൻ വിസയായിട്ട് വന്ന ഇന്ത്യക്കാർ അവരും പോന്നു. എല്ലാവരും പോന്നു. പല നാടുകളിലേക്ക് അവരും പോയി. ദുബായിയുടെ ടൂറിസം എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഇല്ലാണ്ടായിപ്പോയി, പൂർണ്ണമായിട്ടും തകർന്നു. പിന്നെ ആരാ ഉള്ളത്? ഇങ്ങനെ ചാടി പോകാൻ വയ്യാത്ത, നമ്മുടെ ഇവിടെ ഇലക്ഷന് പോലും വന്ന് വോട്ട് ചെയ്യാൻ നോക്കിയിരുന്ന കുറേ പാവം മനുഷ്യർ. ഇവർക്കൊന്നും പോരാൻ പറ്റുന്നില്ല. കാരണം തിരിച്ചു പോയാൽ ചിലപ്പോൾ ജോലി അവിടെ ഉണ്ടാകുമെന്ന് അറിയാൻ വരാം. അതുകൊണ്ട് കുറേ മനുഷ്യർ കുടുങ്ങിക്കിടക്കുകയാണ്. നാളെ അവിടെ ഡീസലൈനേഷൻ പ്ലാന്റും കളഞ്ഞ് കുടിവെള്ളം കിട്ടണ്ടായ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോണത് ഇവരാണ്. ഈ യുദ്ധം ഉണ്ടാക്കാൻ പോണ ഏറ്റവും വലിയ ഗതികേട് അവിടെയായിരിക്കും. അത് ഇറാനിലായാലും ഇസ്രായേലിലായാലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലായാലും ഡീസലൈനേഷൻ പ്ലാന്റുകൾ തകർക്കപ്പെട്ടാൽ കുടിവെള്ളം ഉണ്ടാവില്ല. കിണർ കുത്തിയാൽ വെള്ളം കിട്ടുമല്ലോ. അപ്പോൾ ചുരുക്കത്തിൽ കടൽവെള്ളം ശുദ്ധീകരിച്ച് തന്നെ വേണ്ടേ അവർക്ക് ജീവിക്കാൻ. ഈ ഒരു കഷ്ടതയിൽ പോകുന്ന ജനതയാണ്. അപ്പോൾ അവിടെ യുദ്ധം അവസാനിച്ചേ പറ്റുമായിരുന്നുള്ളൂ. പക്ഷേ കാപട്യങ്ങൾ കൂടി ഒരു യുദ്ധം അവസാനിപ്പിക്കാൻ നോക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്. ഇതെപ്പോൾ വേണമെങ്കിലും വീണ്ടും തുടങ്ങാം. ഇതിനകത്ത് പാകിസ്ഥാൻ കള്ളക്കളിയാണ് കളിച്ചതെന്ന് പല വിദഗ്ധരും പറയുന്നുണ്ട്.
എന്തായാലും ലെബനൻ്റെ കാര്യത്തിൽ ഇവർ തമ്മിൽ ഇപ്പോഴും ഉടക്കി തന്നെയാണ് നിൽക്കുന്നത്. ഇസ്രായേൽ ലെബനിൽ യുദ്ധം തുടരുകയാണ്. അമേരിക്കൻ കരസൈന്യ യുദ്ധത്തിൽ പങ്കുചേരാൻ സാധ്യതയുണ്ട്. കാരണം ഒന്ന് പറഞ്ഞ് വേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ട്രംപിൻ്റെ നയം. അവിടെ ട്രംപ് ഉദ്ദേശിക്കുന്നത് ഇറാൻ തൽക്കാലം അവിടെ ഒതുങ്ങിയിരിക്കട്ടെ, അവിടെ നിന്ന് മിസൈൽ വരാതിരിക്കട്ടെ, ലെബനെ അങ്ങോട്ട് തീർത്ത് വിടാം എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. ലെബനൻ മുഴുവൻ പിടിച്ചെടുക്കാനാണ് ഇസ്രായേൽ നോക്കുന്നത്. അതായത് വെസ്റ്റ് ബാങ്കിലും ഗാസയിലും ഒക്കെ അവരുടെ കയ്യേറ്റങ്ങളുണ്ടല്ലോ, ഇതുപോലെ വെസ്റ്റ് ബാങ്കിൽ പലസ്തീൻ മേഖലയിൽ കയ്യേറ്റം നടത്തിയ പോലെ തന്നെ ലെബനിലേക്ക് കുടിയേറ്റം നടത്താനാണ് ഇസ്രായേൽ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ലെബനൻ്റെ ചില ഭാഗങ്ങളോ ലെബനൻ മുഴുവനായിട്ടോ പിടിച്ചെടുക്കാൻ അവർ നോക്കും. അതിന് അവർക്കുള്ള പ്രതിബന്ധം എന്ന് പറയുന്നത് ഹിസ്ബുള്ള എന്ന് പറയുന്ന സംഘടനയാണ്. അതുകൊണ്ട് ഹിസ്ബുള്ളയുടെ ആൾക്കാരെ പൂർണ്ണമായിട്ട് ഉന്മൂലനം ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. അപ്പം ഉന്മൂലനം തന്നെ എന്നും അവരുടെ ഉദ്ദേശം. അങ്ങനെ വന്നാൽ 3-4 പ്രോക്സി ഗ്രൂപ്പുകളുണ്ട് ഗൾഫ് മേഖലയിൽ ഇസ്രായേലിനെതിരെ പ്രവർത്തിക്കുന്നത്, ഇറാന് വേണ്ടി പ്രവർത്തിക്കുന്നത്. ഒന്ന് ഹൂത്തികളാണ്, മറ്റേത് ഹമാസാണ്, മറ്റൊന്ന് ഹിസ്ബുള്ളയാണ്. പിന്നെ IS ഗ്രൂപ്പുകൾ മാറിയിട്ട് വന്ന പുതിയ ചില ഗ്രൂപ്പുണ്ട്. ഇത്തരം ഗ്രൂപ്പുകൾ പലതും തന്നെ വലിയ ഭീഷണിയാണ് ഇസ്രായേലിന് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഗ്രൂപ്പുകൾക്കെല്ലാം മിസൈൽ ലോഞ്ചിങ് പാഡ്സ് ഉണ്ട്. വേണമെങ്കിൽ ഒരു കരസൈന്യത്തിലുള്ള യുദ്ധത്തിലുള്ള ആൾക്കാരുണ്ട്, അവർക്ക് കടലിലേക്ക് ആക്രമിക്കാനുള്ള ശേഷിയുണ്ട്. ഇത്തരം കാര്യങ്ങളിലുണ്ട് നിലവിൽ അമേരിക്ക ഇസ്രായേൽ ബുദ്ധിമുട്ടിരിക്കുന്നത് ഇറാൻ്റെ ആക്രമണം കൊണ്ട് മാത്രമല്ല, ഇത്തരം ആൾക്കാരും കൂടിയാണ്. അപ്പം ഇസ്രായേൽ അവരുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്ന് പറയുന്നത് പറ്റുമെങ്കിൽ ലെബനിൽ നിന്നുള്ള ഹിസ്ബുള്ള ഭീഷണി ഒഴിവാക്കുക. അപ്പോൾ അതും കൂടെ ഉദ്ദേശമായിരിക്കും ഒരു കള്ളത്തരത്തിൽ ഒരു വെടിനിർത്തൽ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കൈവിട്ട് പോകുന്നു കണ്ടാൽ ഇറാന് വീണ്ടും യുദ്ധത്തിൽ പ്രവേശിക്കേണ്ടി വരും. ഹിസ്ബുള്ളയ്ക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നുള്ളത് ഇറാൻ തീർച്ചയായിട്ടും ചിന്തിക്കും. കാരണം ഹിസ്ബുള്ള ഇറാന് സപ്പോർട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ വെടിനിർത്തലിന് എത്ര ദിവസം ആയുസുണ്ടെന്ന് നിലവിൽ നമുക്കറിയില്ല. ചിലപ്പോൾ പെട്ടെന്ന് തീർന്നു പോയെന്ന് വരാം. പക്ഷേ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെ ഉദ്ദേശം പൂർണ്ണമായിട്ടും ഇറാനെ നശിപ്പിക്കുക. ഇറാനിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നേതൃത്വത്തെ, ഭരണ നേതൃത്വം അല്ല ഞാൻ പറഞ്ഞത്, ഇറാൻ്റെ രാഷ്ട്രീയം, ആൻറ്റി അമേരിക്കൻ രാഷ്ട്രീയമുണ്ട്, അതിനെ മാറ്റി അമേരിക്കൻ പാവ സർക്കാരിനെ അവരോധിക്കുക എന്നുള്ളത് തന്നെയാണ്. അത് എത്തിക്കാൻ വേണ്ടിയിട്ട് എന്ത് കള്ളക്കളി അവർ കാണിക്കും, ഇനിയും തട്ടിപ്പ് കാണിക്കും, ഇനിയും നുണകൾ പറയും, ഇനിയും ഒരു യുദ്ധത്തിലേക്ക് അവർ പോകും. അത് എത്ര നാൾക്കപ്പുറം എന്ന് നമുക്കിപ്പോൾ അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവ് പോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4N പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ N നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.